പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. ഗൗതം നീ നോക്കി ആരാ വന്നെന്ന്? പ്രണവേ ഏട്ടത്തി സുഖമായിട്ടിരിക്കുന്നോ? ഏട്ടാ എന്താ ഏട്ടത്? ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നേല്ലേ, ഒന്ന് മുഖത്തോടെങ്കിലും നോക്കിക്കൂടെ? ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ? ഇപ്പൊ അതിലും വേദന വരുന്ന കാര്യം കാണിച്ചോണ്ടിരിക്കുന്നത്. അന്ന് ഭാര്യയുമായിട്ട് വന്ന ഈ വീട്ടിനകത്തോട്ട് പോലും കയറാതെ വെളിയിൽ നിന്ന് അവളെ പറഞ്ഞുവിട്ട് എല്ലാം ഉപ്പിട്ട് വാങ്ങിച്ച് കൈക്കലാക്കിയിട്ടിപ്പോ അഭിനയിക്കാൻ വന്നേക്കുന്നു. എന്നെ ഗൗനിക്കാത്തതൊക്കെ പോട്ടെ, എനിക്കറിയേണ്ടത് വേറൊരു കാര്യമാണ്. എന്തിനാ ഏട്ടാ സ്വത്തുക്കളൊക്കെ വേണ്ടാന്ന് എഴുതി അമ്മയ്ക്ക് രജിസ്റ്റേർഡ് അയച്ചത്? ഏട്ടന്റെ സ്വത്തുക്കളൊക്കെ വേണമെന്ന് ഞാനോ യാമിനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പറ. എന്താടാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? നിനക്കൊന്നും അറിയില്ലല്ലേ? എന്തറിയാൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോന്നാ ഏട്ടത്തി ഏട്ടനീ പറയുന്നേ? എനിക്ക് എന്തറിയാന്ന് ഏട്ടനീ പറയുന്നേ? ഇവന്റെ മുഖഭാവം കണ്ടിട്ട് ഇവൻ അറിയാതെയാണ് ശിവാനി എല്ലാം ഒപ്പിച്ചതെന്ന് തോന്നല്ലോ. ഞാൻ സത്യമാ പറയുന്നേ. ആ രജിസ്റ്റേർഡ് എന്റെ കയ്യിലാ കിട്ടിയത്. അത് പൊട്ടിച്ച് ആദ്യം വായിച്ചത് ഞാനാ. സത്യം പറഞ്ഞ അത് വായിച്ചിട്ട് തകർന്നു പോയേട്ടാ ഞാൻ. സ്വത്തുക്കൾ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി ഒപ്പിട്ട് അയക്കുമ്പോ അതിനർത്ഥം ഏട്ടനെ ഞങ്ങളെയും കൂടെ വേണ്ടാന്നല്ലേ? സ്വന്തം കൂടപ്പറപ്പായിട്ടല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ കണ്ടിട്ടില്ല. ഈ ജന്മം എന്നെ കൊണ്ടത് പറ്റത്തുമില്ല. പ്രണവേ എന്താടാ ഇത്? പറ്റില്ല ഏട്ടത്തി. ഈ നിൽക്കുന്ന മനുഷ്യൻ എനിക്ക് എന്റെ ദൈവമാ. ഈ വാക്കുകൾ എന്നെ വഴി നടത്തിയിട്ടുള്ളേ. ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയതിനു ശേഷം ഒന്ന് സമാധാനമായിട്ട് ആഹാരം പോലും കഴിച്ചിട്ടില്ല ഞാൻ. അതിന് പറ്റുന്നില്ല എനിക്ക്. ഏട്ടൻ എന്റെ സ്വത്തുക്കളും കൂടെ വേണോ? യാമിനുള്ളത് വേണോ? എല്ലാം ഞങ്ങൾ വിട്ടുതരാം. ഞങ്ങൾക്കൊന്നും വേണ്ട. എനിക്ക് യാമിനിക്ക് വേണ്ടത് ഞങ്ങളുടെ ഏട്ടനെയാ. അത് മാത്രം മതി ഞങ്ങൾക്ക്. നോക്കേട്ടാ, ഏട്ടൻ അപ്പൊ അങ്ങനെയൊക്കെ തോന്നി ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു. പോട്ടെ, സാരമില്ല, നമുക്കെല്ലാം മറക്കാം. മറന്നു കളയേട്ടാ. നോക്കിയേ, ഞാൻ വേറൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് ഞാൻ യാമിനി ഒപ്പിട്ട് കഴിഞ്ഞു. ഏട്ടനും കൂടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈശ്വരമംഗലത്തെ എല്ലാ സ്വത്തുക്കളും നമ്മൾ 3 പേർക്കും തുല്യമായിട്ട് വരും. എന്തു പറയുന്നു? തുല്യമായിട്ട് വീതിക്കാന്ന് പറഞ്ഞത് സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല. ആരെ മാറ്റി നിർത്തണമെന്ന് കരുതിയതേ ഉള്ളൂ. സത്യം പറഞ്ഞ ഞങ്ങൾക്കൊരു സ്വത്തും വേണ്ട. ഏട്ടനും ഏട്ടത്തെയും തിരിച്ച് ഈശ്വരമംഗലത്തേക്ക് വന്നാ അവിടുന്ന് ഇറങ്ങിത്തരാൻ പോലും ഞങ്ങൾ തയ്യാറാ. ഏട്ടാ, ആ വീട് ആരുണ്ടാക്കിയതാ? ഏട്ടന്റെ അധ്വാനമല്ല ആ വീട്ടിലുള്ളത്. ആ മണ്ണും വീട് ഏട്ടന്റെ പേരിലാണ്. അതിന്റെ എല്ലാ അവകാശം ഇപ്പോഴും ഏട്ടനല്ലേ? ഒരു കാര്യം ഉറപ്പായി, ഇവന്റെ അറിവോടെയല്ല ശിവാനി അന്ന് വന്ന് ആ ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് വാങ്ങിയത്. പക്ഷെ അതിപ്പോ ഞാൻ തുറന്നു പറഞ്ഞാൽ ഇവൻ അത് ചെന്ന് അമ്മയോട് പറയും. അതോടുകൂടി അമ്മയ്ക്ക് ഇങ്ങോട്ടുള്ള ചായ്വ് കൂടുകയും ചെയ്യും. അത് പാടില്ല. ഏട്ടാ, ഇത് സ്വത്തിന്റെയും പണത്തിന്റെയും കണക്കായിട്ടൊന്നും ഏട്ടൻ കരുതണ്ട. എന്റെ ഒരു മനസമാധാനത്തിന് യാമിനിക്കും അമ്മയ്ക്കും ഏട്ടനെ അന്യനല്ലാന്നൊന്ന് ആശ്വസിക്കാൻ പ്ലീസ് ഏട്ടാ, ഇതിലൊന്ന് ഒപ്പിട്ടുക. ഏട്ടന്റെ മുന്നിൽ ഞാൻ യാചിക്കുക, പ്ലീസ്. ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞെന്നറിഞ്ഞാൽ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷാവും അറിയാമോ? ഇത്രയൊക്കെ പ്രണവ് പറഞ്ഞില്ലേ, ഒന്ന് ഒപ്പിട്ട് കൊടുത്തേക്ക്. എന്തൊപ്പിട്ട് കൊടുക്കണമെന്ന്? ഈശ്വരമംഗലത്ത് നിന്ന് ഒരു മൊട്ടുസൂചി പോലും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
അതിനൊരു ഡോക്യുമെന്റ്സ് തയ്യാറാക്കി രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഞാൻ അങ്ങോട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു അണുവിട ഞാൻ പിന്നോട്ട് പോകുന്നു നീ വിചാരിക്കണ്ട. നിങ്ങളുടെ ഒന്നും കണ്ണിൽ പോലും പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഒതുങ്ങിക്കൂടി ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ജീവിക്കുന്നത്. ഇവിടെ എനിക്ക് മനസ്സമാധാനം തരില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചാണോ നീ ഇവിടേക്ക് വന്നു കയറിയത്? എന്താ ഗൗതം ഇത്? ഒരു നല്ല കാര്യം പറയാനല്ലേ പ്രണവ് ഇവിടേക്ക് വന്നത്? ആര് നല്ലവനോ? ഇവനോ? ഇവൻ ശിവാനിയെക്കാളും വൃത്തികെട്ടവനാ. ഏട്ടൻ എന്തിനായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ ഏട്ടൻ്റെ അടുത്ത് ചെയ്തേ? വെണ്ടി പോരുത് നീ. ഇറങ്ങണാ പുറത്ത്. ഏട്ടൻ ഞാൻ ഇനി എന്റെ മുന്നിൽ നീ നിൽക്കരുത്. ഇറങ്ങണാ പുറത്ത്. എടുത്തി എടാ നിന്നോട് ഇറങ്ങി പോകാനല്ല പറഞ്ഞേ. ഗൗതം എന്താ കാണിക്കുന്നേ? എടാ പോവാൻ.